കാസർഗോഡ് ചിറ്റാരിക്കൽ തയ്യനയിൽ മലവെള്ളപ്പാച്ചിൽ 2 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി റിപ്പോർട്ടുണ്ട്. പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന വായിക്കാനത്ത് ഉരുൾപൊട്ടൽ നടന്നതായി സംശയിക്കുന്നു. ഉച്ചകഴിഞ്ഞ് 2 മണിയോടെ മലവെള്ളം കുത്തി ഒഴുകുകയായിരുന്നു. വിവരങ്ങളുമായി അനൂപ് നീലേശ്വരമാണ് ചേരുന്നത്. അനൂപ്, ഉച്ചകഴിഞ്ഞ് എങ്ങനെയാണ് കാസർകോട്ടെ ഒരു അവസ്ഥ? കാരണം ഇന്നലെ അവിടെ കടലാക്രമണമൊക്കെ രൂക്ഷമായിരുന്നു ചില ഇടങ്ങളിൽ. ഇന്ന് ജില്ലയിലെ ജാഗ്രതാ നടപടികളൊക്കെ എങ്ങനെയാണ്? അമ്പലയെ ഉച്ച കഴിഞ്ഞാണ് ഈ ഒരു സംഭവം നടന്നതെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് മലയോര പ്രദേശത്ത് വായിക്കാനം, ഒറ്റക്കുഴി എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായി എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ മലവെള്ളപ്പാച്ചിലാണ് ഉച്ചയ്ക്ക് ഏതാണ്ട് 2:30-3 മണി സമയത്തോടു കൂടി ഉണ്ടായി എന്നാണ് മലയോരത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ മഴ ശക്തമാകുന്നുണ്ട്. ആ മഴ ശക്തമായിക്കൊണ്ടിരിക്കുന്നത് ആശങ്കകൾ ഉയർത്തുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ചില കുടുംബങ്ങളെങ്കിലും മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുമെന്നാണ് അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന സൂചന. അതിനുള്ള നടപടികൾ എന്തായാലും സ്വീകരിക്കുമെന്നാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ അറിയിച്ചിരിക്കുന്നത്. 2 കിണറുകൾ മൂടപ്പെട്ടു. അതുപോലെ തന്നെ ഒരു വീടിന്റെ വീടിന്റെ ചില ഭാഗങ്ങൾ എന്നിവയ്ക്ക് കേടുപാട് വെച്ച് എന്നുമാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. അതേസമയം ആളപായമില്ല എന്ന വലിയൊരു ആശ്വാസവുമുണ്ട്. ചിറ്റാരിക്കൽ തയ്യേനി, അതുപോലെ തന്നെ തയ്യേനിയിൽ വായിക്കാനം, ഒറ്റക്കുഴി എന്നിവിടങ്ങളിൽ 2 വില്ലേജുകളിൽ പാലാവയിലും അതുപോലെ തന്നെ മാലോം വില്ലേജിലുമാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നാണ് നമുക്ക് കൺട്രോൾ റൂമിൽ നിന്നും ലഭിക്കുന്ന വിവരം. എന്തായാലും ഫയർഫോഴ്സ് അടക്കം അവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി രക്ഷാപ്രവർത്തനങ്ങൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. വലിയ രീതിയിലാണ് ചെളിവെള്ളം കലർന്ന മണ്ണോട് കൂടിയ വലിയ രീതിയിലാണ് മലവെള്ളം കുത്തി ഒഴുകി വന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അമ്പിളി. ശരി, കാസർഗോഡ് നിന്ന് അനൂപ് നീലേശ്വരമാണ് വിവരങ്ങൾ നൽകിയത്.